ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. സോഫ്റ്റായിട്ടുള്ള ഇഡലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നാൽ പലർക്കും ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി മടിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇഡലി വിചാരിച്ചതുപോലെ സോഫ്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സോഫ്റ്റായിട്ടുള്ള പൂ പോലുള്ള ഇഡലി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇഡലി മാവ് തയ്യാറാക്കിയെടുക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കും നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്ക് അരിയൊന്ന് കുതിർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇഡലി റൈസ് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിലാണ് ഉഴുന്ന് കുതിർത്തി വെക്കേണ്ടത്. അരിയുടെ കൂടെ ഇട്ട് കൊടുക്കരുത്. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ 4/1 ഭാഗം ഉഴുന്നാണ് എടുക്കേണ്ടത്. ഇനി 1 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അരിയിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെക്കണം. നല്ല വെള്ളം ഒഴിക്കണമെന്ന് പറയുന്നത് ഉഴുന്ന് കുതിർത്തി വെച്ച വെള്ളത്തിലാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് അടച്ചിട്ട് മാറ്റി വെക്കാം. 5 മണിക്കൂറിന് ശേഷം അരിയും ഉഴുന്നും ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് അരിയിലുള്ള വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ഉഴുന്നിലുള്ള വെള്ളം മറ്റൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ചോറാണ്. ഞാനിവിടെ നേരത്തെ എടുത്ത സെയിം കപ്പിന് തന്നെ 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ചോറിന് പകരമായിട്ട് നിങ്ങൾക്ക് വെളുത്ത അവിലുണ്ടെങ്കിൽ അതുകൂടി എടുക്കാം. ഇനി നമുക്ക് അരിയൊന്ന് അരച്ചെടുക്കാം. ആദ്യമായിട്ട് ഞാൻ പച്ചരിയാണ് അരച്ചെടുക്കുന്നത്. അതിന് ശേഷമാണ് ചോറും അതുപോലെ ഉഴുന്നും അരച്ചെടുക്കുന്നത്. അപ്പോൾ പച്ചരി ഒറ്റത്തവണയായിട്ട് അരക്കാൻ പറ്റില്ല. 2 ബാച്ചായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. പച്ചരി അരച്ചെടുക്കുമ്പോൾ അധികം സ്മൂത്തായിട്ട് അരക്കണ്ട. ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ. നന്നായിട്ട് അരയണം, എന്നാൽ ചെറിയൊരു തരിതരിപ്പ് വേണം. ആ രീതിക്ക് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമതായിട്ട് ഉഴുന്നും പച്ചരിയും സെപ്പറേറ്റായിട്ട് തന്നെ കുതിർത്തി വെക്കുക. രണ്ടാമത്തെ കാര്യം ഉഴുന്ന് കുതിർത്തി വെച്ച വെള്ളത്തിൽ നമ്മളിത് അരച്ചെടുക്കുക. ഇതാണ് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഞാനിവിടെ അരി മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറും അരച്ചെടുക്കണം, അതുപോലെ ഉഴുന്ന് പരിപ്പും അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ചോറ് അരച്ചെടുക്കാം. ചോറിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അധികം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടില്ല. ഇനി സെയിം ജാറിലോട്ട് തന്നെ ഉഴുന്നും ഇട്ടിട്ട് അത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ ഉഴുന്ന് അരയണം. എങ്കിൽ മാത്രമേ ഇഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഉഴുന്ന് നമുക്ക് ഒറ്റത്തവണ തന്നെ അരച്ചെടുക്കാം. കാരണം 1/2 കപ്പ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒറ്റത്തവണയായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ ഈ ബാറ്റർ പെട്ടെന്ന് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്.
ഇനി എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് നമ്മളൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തത്. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്പൂണ് മാറ്റി വെച്ചിട്ട് കൈ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കൈ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല പൂ പോലത്തെ ഇഡലി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാൻ വെറുതെ പറയല്ല, 2-3 തവണ ഞാൻ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മുമ്പൊക്കെ എനിക്കും ഇഡലി ഒട്ടും തന്നെ ശരിയാവാറില്ല, കല്ല് പോലെയാണ് ഇഡലി ഉണ്ടാവുക. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു മിനിമം 8 മണിക്കൂറെങ്കിലും അടച്ച് വെക്കണം. ഞാനിപ്പോൾ ഒരു ഓവർനൈറ്റ് അടച്ച് വെച്ചിട്ട് രാവിലെയാണ് ഓപ്പണാക്കി നോക്കുന്നത്. കണ്ടല്ലോ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി ഇത് പതിയെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഇഡലി തയ്യാറാക്കുന്നത്. കണ്ടോ, നന്നായിട്ട് തന്നെ ഇത് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ആയിരിക്കുമെന്ന്. അപ്പോൾ ഈ ഇഡലിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി പട്ട് പോലുള്ള ഒരു കടലക്കറി കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ അലൂമിനിയത്തിൻ്റെ ഇഡലി തട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അധികവും ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി ആവിയൊക്കെ വരാൻ തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. 2 തട്ടുള്ള ഇഡലി തട്ടാണ് എനിക്കുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഒരു 1/4 ഭാഗം വെച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. കണ്ടല്ലോ, ഇഡലി നന്നായിട്ട് സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തട്ട് ഇതിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇഡലി ഈ പാത്രത്തിൽ നിന്നും റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം കണ്ടല്ലോ, കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഞാൻ പൊട്ടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സോഫ്റ്റ് ആണെന്ന്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചുട്ടെടുക്കാം. ബാക്കിയുള്ളത് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കണ്ടല്ലോ, ഇഡലി എങ്ങനെയുണ്ടെന്ന് കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടല്ലോ, നല്ല പഞ്ഞി പോലുള്ള പൂ പോലത്തെ ഇഡലിയാണ്. അപ്പോൾ എല്ലാവരും ഇനി ഇഡലി ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇഡലിയും കടലക്കറിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഇഡലി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.